Hi everyone, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു പകുതി കവർ പാൽ എടുത്ത് തിളപ്പിക്കാനായിട്ട് ഒഴിക്കണം. നമ്മൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നു അതനുസരിച്ചിട്ട് വേണം പാൽ എടുക്കാൻ. ഇപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡ് ഫുൾ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാൽ എടുക്കാം. പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പാൽ നന്നായിട്ട് തിളച്ച ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂട് മാറണം. ചൂട് മാറിയ ശേഷം നമ്മളതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പഞ്ചസാരയാണ്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കണം. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്. കറക്റ്റ് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയേ ഉള്ളൂ. ഇപ്പോൾ പകുതി കവർ പാലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാവും. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ആ മുട്ടയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവണം. പഞ്ചസാരയുടെ തരിതരിയൊക്കെ മാറി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി നമ്മളൊന്ന് പാൻ ചൂടാക്കാൻ വെക്കണം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് ബട്ടർ ഒന്ന് മെൽറ്റായി വരണം. ഓക്കെ, ബട്ടർ മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബേക്കറിലേക്ക് ബ്രെഡ് നന്നായിട്ട് മുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഞാനിവിടെ 2-3 പീസ് ബ്രെഡ് ചെയ്യുവാണ്. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിത് മറിച്ചിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ തിരികെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.